യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹമുള്ള പ്രാർത്ഥനയുള്ള ഒരു നല്ല ദിവസം, ഒരു നല്ല ഞായറാഴ്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവമേ, അങ്ങയുടെ വചനത്തെ കേൾക്കുവാൻ, ആ വചനത്തെ ചുറ്റിപ്പറ്റിയുള്ള സകല നന്മകളും സ്വീകരിക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഇതാ തയ്യാറായി നിൽക്കുന്നു. അങ്ങയുടെ വചനത്തെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ നന്മകളും സ്വീകരിക്കാൻ ഞാനും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും തയ്യാറായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ദൈവവചനം കേൾക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ആ വചനത്തെ സ്വീകരിക്കാനും ഒരു അനുഗ്രഹം സ്വീകരിക്കാനൊക്കെ കഴിയുന്നത്, അങ്ങനെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഒരുപാട് അനുഗ്രഹത്തിന് കാരണമാണ്. ഒരു പൂവിൽ സുഗന്ധമുണ്ട്, പൂവിൽ തേനുണ്ട് എന്ന് പറയുന്ന പോലെ കേൾക്കുന്ന ഓരോ വചനത്തിലും നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമുണ്ട്, നിങ്ങൾക്കുള്ളൊരു നന്മയുണ്ട്. ജീവിതത്തിൽ വിജയിച്ച അനേകം ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതം തുടങ്ങിയിരുന്നത്. അവരൊക്കെ പ്രതിസന്ധികളെ മറികടന്ന് വിജയിച്ച് കാണിച്ചത്, ജീവിച്ച് കാണിച്ചത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് സംഭവിക്കട്ടെ. ഉപവാസ നിയോഗ പ്രാർത്ഥനയൊന്നും അല്ലെങ്കിലും ഓരോ ദിവസവും ഉപവാസത്തോടെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് മുതലുള്ള കുറേ നാളത്തേക്കുള്ള ഞായറാഴ്ചകളിൽ കുവൈറ്റിലുള്ള ഒരുപാട് നഴ്സുമാർ അവരെല്ലാം ഒരുമിച്ച് കൂടി ഈ ആലയത്തിലെ ശുശ്രൂഷകൾക്ക്, നിയോഗത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഉപവാസം എടുത്തോട്ടെ. ഒരുപാട് പേർ നഴ്സുമാർ അവർ ഞായറാഴ്ച ദിവസം ഭക്ഷണത്തെ ഒരു നേരത്തെയോ 2 നേരത്തെയോ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസത്തോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് വിളിച്ചറിയിച്ചു. ഇന്നവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ആ നഴ്സുമാർക്ക് വേണ്ടി, അവരുടെ കുടുംബം, അവരുടെ നിയോഗം, തലമുറ, അവരുടെ സ്വപ്നങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങളും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സിന് ഒരുപാട് നന്ദി. ദൈവമേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾക്ക് നൽകുമ്പോൾ കർത്താവേ, ആ വചനത്തെ ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. ആ വചനം ഞങ്ങളിൽ ജീവിക്കാൻ തുടങ്ങട്ടെ. ആ വചനത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ ജീവിക്കാൻ തുടങ്ങട്ടെ. ആ വചനത്തിൻ്റെ അനുഗ്രഹം എൻ്റെ തലമുറയിൽ ജീവിക്കാൻ തുടങ്ങട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിലൊന്ന് ശ്രദ്ധിക്കുമല്ലോ. ജെറുസലേമിൽ ശിമയോൻ എന്ന ഒരുവൻ ജീവിച്ചിരുന്നു. ആളുടെ പേര് ശിമയോൻ. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. 26-ാമത്തെ വാക്യം ഒരു വാഗ്ദാനം കിട്ടുകയാണ് ആ വ്യക്തിക്ക്. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇനി 31-ാമത്തെ വാക്യം, ഈ വാഗ്ദാനം യാഥാർത്ഥ്യമായോ എന്ന് എഴുതിയിട്ടുണ്ട്. 31-ാമത്തെ വാക്യം, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു. എന്താ വെളിപ്പെടുത്തിയെന്ന്? കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയായിരുന്നു. എന്താണോ വാഗ്ദാനം കിട്ടിയത്, എന്താണോ വെളിപ്പെടുത്തിയത്, അത് യാഥാർത്ഥ്യമായി. 31-ാമത്തെ വചനത്തിൽ
ആ ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് ജീവിതത്തിൻ്റെ നാളുകളിൽ യാഥാർത്ഥ്യമായത് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ, അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ യാഥാർത്ഥ്യമാവും. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും അല്ലാതിരുന്നൊരു സമയത്ത്, ഒന്നും ആകാൻ കഴിയില്ലെന്ന് വിചാരിച്ച സമയത്ത്, ആന്തരിക മുറിവിൻ്റെയും അപകർഷതാബോധം കൊണ്ടും തലകുനിഞ്ഞ് നടന്ന കാലത്ത്, മനസ്സ് വിഷമിച്ചെവിടെയും മുന്നിൽ വരാതെ ഒളിച്ചും പാത്തും പതുങ്ങിയും നടന്ന കാലത്തൊരാൾ പറഞ്ഞു, നീ അനേകരുടെ മുമ്പിൽ നിൽക്കുമെന്ന്, അനേകർക്ക് പ്രയോജനപ്പെടുമെന്ന്. കേൾക്കുമ്പോൾ അന്നത്തെ സാഹചര്യം വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇദ്ദേഹം ഒരു ബന്ധമില്ലാത്ത കാര്യമാണല്ലോ പറയുന്നതെന്ന് തോന്നും. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി പറഞ്ഞ കാര്യമാണ് ഞാൻ കണ്ടു കഴിഞ്ഞത്, ഞാൻ അനുഭവിച്ചത്. ദൈവാത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ നിങ്ങളോട് ചിലപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടാകും, നിനക്ക് നല്ലൊരു വീട് വരും, നിന്റെ മക്കൾ പഠിച്ച് രക്ഷപ്പെടും. ഓ എങ്ങനെ രക്ഷപ്പെടാനാ, ഓ എങ്ങനെ വീട് വെക്കാനാ, ഓ എങ്ങനെ കടം മാറാനാ. അങ്ങനൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ ചിന്ത ഇന്നത്തെ സാഹചര്യങ്ങളെ ചുറ്റും 4 വശത്തോട്ട് നോക്കിയിട്ടുള്ള ചിന്തയാണ്. ആ വ്യക്തി നിന്നോട് സന്ദേശം പറഞ്ഞത് ദൈവാത്മാവിൽ നിറഞ്ഞാണ്. അത് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും, ആ രക്ഷ നീ അനുഭവിക്കും. തോറ്റെടുത്ത് വിജയിച്ച് കാണിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. നിനക്ക് അനുഗ്രഹമുള്ളൊരു കുടുംബമുണ്ട്, ഉണ്ടാകും. എനിക്കോ? ചിന്തിക്കണ്ട. എനിക്കോ എന്ന് പറഞ്ഞ് സംശയിക്കണ്ട. ദൈവാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ അത് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. ഒരു വാഹനം പോലും ഇല്ലാത്തൊരാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വാഹനങ്ങൾ വരും. എനിക്കോ? വണ്ടി ഓടിക്കാൻ പോലും അറിയത്തില്ല, ആഗ്രഹമുണ്ട്, നടക്കുകയല്ലെന്നാണ് തോന്നുന്നത്. ദൈവാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, 1 ഏക്കർ സ്ഥലവും വീടുമൊക്കെ വിറ്റ് ഞാൻ പോവാ. 3-4 വർഷം മുമ്പാണ്. ഞാൻ പറഞ്ഞു, പോകണ്ട, ഇപ്പം ചാടി വിൽക്കണ്ട, കുറച്ച് കഴിയട്ടെ. ആ മനുഷ്യൻ എന്നോട് ഇഷ്ടക്കേടുണ്ടായി, ഇഷ്ടമില്ലാതായി. അതെന്താണ്? ഞാൻ സ്ഥലം വിറ്റാൽ ഇവിടെ ഇങ്ങനെ സൗകര്യക്കുറവുള്ളത് കൊണ്ടല്ലേ, മക്കളുടെ അടുത്തേക്ക് പോകാനല്ലേ. പക്ഷെ അദ്ദേഹത്തെ 2-3 ദിവസം മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം പറയുവാണ്, അന്ന് പറഞ്ഞത് ഇന്ന് വലിയ ഉപകാരമായി. അന്ന് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടേനെ. ഒത്തിരി സന്തോഷം. ദൈവാത്മാവിൽ നിറഞ്ഞ് നിന്നോട് ആരെങ്കിലും പ്രാർത്ഥിച്ചു പറഞ്ഞാൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷിച്ചോ, അത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവും, അത് നിനക്ക് അനുഗ്രഹമാകും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് ഞാൻ ദൈവാത്മാവിൽ നിന്നോണ്ട് പറയുക, തകർന്നിരിക്കുന്ന വ്യക്തിയോട് പറയുക, നിന്റെ ജീവിതം മാറി വരും, രാവും പകലും പോലെ മാറും. ജീവിതത്തിൽ മടുത്തിരിക്കുന്ന ആളോട് പറയുക, മടുത്തു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്, പരാജയം സമ്മതിച്ചു കൊടുക്കരുത്. അതിനെ മറികടന്ന് വിജയിച്ചു വരണം, വിജയിച്ചു വരും. എൻ്റെ ജീവിതം ഇനി ശരിയാകുമോ? ശരിയാകും. എൻ്റെ കടബാധ്യതയൊക്കെ മാറുമോ? ജപ്തി നോട്ടീസ് വന്നിരിക്കുക, മറികടന്നു വരും. ഈ രോഗമൊക്കെ സൗഖ്യമാകുമോ? സൗഖ്യമാകും. ഞാൻ എഴുന്നേറ്റ് നടക്കുമോ? ഡോക്ടർ അങ്ങനെ ഉറപ്പൊന്നും പറഞ്ഞില്ല. ദൈവനാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിന്നോട്, നിന്റെ കുടുംബത്തോട് പറയുന്നു, നീ ഒരു അത്ഭുതത്തെ കാണും, നീ ഒരു അടയാളം കാണും. ദൈവം നൽകുന്ന രക്ഷ നിന്റെ കണ്ണുകൾ കണ്ടു തുടങ്ങും. ദൈവം തരുന്ന രക്ഷയെ അനുഭവിക്കാൻ ഇടവരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും അതുവഴി അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനും കിട്ടുന്ന 1 മിനിറ്റും കളയല്. അത് നാളുകളിൽ അനുഗ്രഹമാണ്. അനുഗ്രഹത്തിൻ്റെ വഴികളെ അടച്ചു കളയാൻ എളുപ്പമാണ്, തുറന്നു കിട്ടാൻ പാടാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നിങ്ങളിലേക്കുള്ള അനുഗ്രഹത്തിൻ്റെ കവാടങ്ങളെയാണ് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തുറക്കുന്നത്. പ്രാർത്ഥിക്കാം. ഒരു സന്ദേശം കിട്ടി, കാണുന്നതുവരെ, ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ
മരിക്കുകയില്ലെന്ന് വെളിപ്പെടുത്തി. 31-ാം വചനത്തിൽ പറയുവാണ്, എനിക്ക് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. അത് സാക്ഷ്യമാണ്, പാസ്റ്റ് ടെൻസിലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സാക്ഷ്യത്തെ പറയാൻ ദൈവം ഒരുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നല്ല ആശീർവാദം ഈ വചനത്തിലൂടെ ഈ നല്ല ദിവസം സ്വീകരിക്കാം. രക്ഷ കാണാൻ, രക്ഷ അനുഭവിക്കാൻ, അനുഗ്രഹം അനുഭവിക്കാൻ, നന്മ അനുഭവിക്കാൻ ഭാഗ്യമുള്ള കണ്ണുകളും ഭാഗ്യമുള്ള ജീവിതവും ദൈവം നിനക്ക് തരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ, ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ, കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിലെ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സുമാർ, നിയോഗത്തോടെ ഉപവാസം എടുക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തെ കൈമാറി, ശിരസിൽ കരങ്ങൾ വച്ചെന്ന പോലെ അനുഗ്രഹത്തെ കൈമാറി പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ദൈവം സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. കുടുംബം ഐശ്വര്യത്തിൽ വരട്ടെ. മക്കൾ ഉയരങ്ങളിലെത്തട്ടെ. അവർ വിജയിക്കട്ടെ. സൽസ്വഭാവികളായി മാറട്ടെ. പ്രതിസന്ധികൾ മാറട്ടെ. ഭയമൊന്നും വേണ്ട. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുന്ന കരം നിന്റെ മേൽ ഉയർത്തിയിട്ടുണ്ട്. രക്ഷ കാണും, അനുഗ്രഹം കാണും, ജീവിതം ആസ്വദിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം, നല്ലൊരാഴ്ച ആശംസിക്കുവാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. തിരക്കുണ്ടെങ്കിലും ഈ വചനം കേൾക്കുക. സമയമുള്ളതുപോലെ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. നല്ല മനസ്സിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി. നാളെ മുതൽ അനുഗ്രഹത്തോടെ വചനം കേൾക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം. നാളെ 5:30 കാണുന്നതുവരെ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ കാത്തു സൂക്ഷിക്കട്ടെ.